ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ഈ വീഡിയോയിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുന്നു. ഇന്ന് ഞാൻ പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്തായിരുന്നു? നാം വർത്തമാന ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അമേരിക്ക ചന്ദ്രനിലെത്തിയതും ഇലക്ട്രിസിറ്റി ബൾബിൻ്റെ കണ്ടുപിടുത്തവും അങ്ങനെ പെൻസിലിൻ്റെ കണ്ടുപിടുത്തവും ഒക്കെ ലോക ചരിത്രത്തിലെ വലിയ സംഭവങ്ങളാണ്. എന്നാൽ ആത്മീയ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പും എന്നുള്ളതാണ്. എന്നാൽ അതിൽ നമുക്കെല്ലാവർക്കും വളരെ ചിരപരിചിതമായിട്ടുള്ള ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് സംബന്ധമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വേദഭാഗം നമുക്ക് അതിനായി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആട്ടിടയന്മാർക്ക് ഈ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വെളിപ്പാട് ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവർ ഏത് തരത്തിലുള്ള ഇടയന്മാരാണ്? ആ പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തെ കാത്തുകൊണ്ട് ഇവർ കടന്നു ഇരുന്നു. ആ സ്ഥലം ഏതായിരുന്നു എന്നുള്ളത്. ഇപ്പം ഇവിടെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആ പ്രദേശം, ഏത് പ്രദേശത്താണ് ഇവർ കിടന്നത്. 2, ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ കാവൽ കാത്തുകൊണ്ട് കിടന്നിരുന്നു ഈ ഇടയന്മാർ ആരായിരുന്നു? അവർ ഏത് തരത്തിലുള്ള ഇടയന്മാരായിരുന്നു? 3-ാമത്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു പുൽത്തൊട്ടിയുണ്ട്. ഈ പുൽത്തൊട്ടിയിൽ യേശുവിനെ കിടത്തിയിരിക്കുന്നത് കണ്ടു. ഈ പുൽത്തൊട്ടിയുടെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ഈ പുൽത്തൊട്ടിയിൽ യേശുവിനെ കിടത്തിയത് എന്നുള്ളതാണ്. 4-ാമതായി, യേശുവിനെ ചുറ്റിയിരിക്കുന്ന യേശുവിനെ ശീലകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതായി ഇടയന്മാർ കണ്ടു. ആ ശീലകൾ കൊണ്ട് എന്തുകൊണ്ട് യേശുവിനെ പൊതിഞ്ഞു? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ നോക്കുന്നത്. ഒന്നാമതായി, ഈ പ്രദേശം എന്നതിനെക്കുറിച്ച് മിക പ്രവചനം 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഏതൊരു ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും പൂർവാധിപത്യം, യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. ഇവിടെ ഏതർ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഏതർ ഗോപുരം എന്ന് പറയുന്നത് യെരൂശലേം അല്ലെങ്കിൽ ആലയത്തിൽ നിന്ന്, യഹൂദന്മാരുടെ ആലയത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 10-11 കിലോമീറ്റർ, 6 മൈലോളം ദൂരമുള്ള ഒരു സ്ഥലമാണ് ഏതർ ഗോപുരം എന്ന് പറയുന്നത്. ഇവിടെ ആടുകളെ മേയ്ക്കുന്ന ഒരു സ്ഥലമാണ്, ആടുകളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഏതർ ഗോപുരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആടുകളുടെ ഗോപുരം എന്നാണ്. അപ്പോൾ ആടുകൾ, ഏത് തരത്തിലുള്ള ആടുകളാണ് അവിടെ വളർത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ യാഗത്തിന് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് ആലയത്തിലെ യാഗത്തിന് വേണ്ടിയുള്ള ആടുകളെ വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ പ്രസവം എടുത്ത് ആലയത്തിലെ, പ്രത്യേകിച്ച് പെസഹ പോലുള്ള പെരുന്നാളിന് വേണ്ടി വേർതിരിക്കുന്ന ആടുകളെ മേയ്ക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏതർ ഗോപുരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കാത്തുകൊണ്ടിരിക്കുന്ന ഇടയന്മാർ, അപ്പോൾ അവർ വെളിം പ്രദേശത്ത് കാത്തുകൊണ്ടിരിക്കുന്ന ഇടയന്മാർക്കാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അരുളപ്പാട് ദൂതൻ മുഖാന്തരം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇടയന്മാർ ഏത് തരത്തിലുള്ള ഇടയന്മാരാണ്? ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങളും ഇത് സംബന്ധമായ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇത് സാധാരണ ഇടയന്മാരായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ആലയത്തിലെ പുരോഹിത വർഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം, പൗരോഹിത്യ ശുശ്രൂഷ വിവിധ തരങ്ങളിൽ ചെയ്തിട്ടുള്ളവരുണ്ട്. പുരോഹിതന്മാരെന്ന് പറയുന്ന ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കണം. അതുപോലെ തന്നെ ആലയത്തെ അകത്ത് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം വേർതിരിച്ചത് ലേവ്യ പുരോഹിതന്മാരാണെങ്കിൽ പോലും അത് അഹരോന്റെ വംശാവലിയിൽ നിന്ന് അഹരോൻ ഗോത്രത്തിൽപ്പെട്ട അഹരോന്റെ സന്തതികളായിരിക്കണം. അങ്ങനെയായിരുന്നു. എന്നാൽ സമാഗമന കൂടാരത്തിലെ പുറത്ത് ജോലികൾ ചെയ്യുവാൻ വേണ്ടി സാധാരണ പുരോഹിതന്മാർ ചെയ്യുമ്പോൾ, എന്നാൽ ഈ അഹരോന്റെ പുത്രന്മാരായിരുന്നു അകത്തെ ശുശ്രൂഷകൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിത വർഗം പുറത്തുള്ള ജോലികൾ, അകത്തുള്ള ജോലികൾ, അതുപോലെ ഈ തരത്തിലുള്ള ആടുകളെ മേയിച്ച് യാഗത്തിന് വേണ്ടി വേർതിരിക്കുന്ന ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത് ആടുകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവരെ സംരക്ഷിക്കുകയും ആടുകളെ യാഗത്തിന് വേണ്ടി വേർതിരിക്കുകയും ചെയ്തിരുന്ന പുരോഹിതന്മാരാണ് എന്നാണ് ഇന്നത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത് സാധാരണ പുരോഹിതന്മാരായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഇടയന്മാർ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവര്
ആലയത്തിലെ ശുശ്രൂഷകളെ കുറിച്ച് അറിവുള്ളവരും പുരോഹിതന്മാരും പ്രത്യേകിച്ച് യാഗവുമായി ബന്ധപ്പെട്ട് ആടുകളെ വളർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഇടയന്മാരായിരുന്നു ഇവരെന്നുള്ളതാണ്. അപ്പോൾ ഇവർ വചനാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മോശയ്ക്ക് കൊടുത്ത പ്രമാണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. അതുകൊണ്ടാണ് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം, അത് ചെമ്മരിയാണോ കോലാണോ ആകാം. അപ്പോൾ ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കും. അപ്പോൾ ജനന സമയം കൃത്യമായിട്ട് അറിയണം, അതിനുവേണ്ടി വേർതിരിക്കണം, അതിനെ ശീലകൾ ചുറ്റി വേർതിരിക്കണം, ഊനം ഉണ്ടാകരുത്. മുറിവ് ഏതെങ്കിലും ഏറ്റു കഴിഞ്ഞാൽ അതിനെ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്പെഷ്യലായിട്ട് അവർ ശ്രദ്ധിച്ച് ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് ആലയത്തിലെ അതേപോലെ തന്നെ യാഗവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള പുരോഹിതന്മാരായിരുന്നു ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവർ സാധാരണ പുരോഹിതന്മാരായിരുന്നില്ല. ഇവർ ആലയവുമായി ബന്ധപ്പെട്ട് യാഗങ്ങളെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ യാഗങ്ങൾക്കായി മൃഗങ്ങളെ വേർതിരിക്കുന്ന ഈ പുരോഹിതന്മാർക്ക് ഈ വിഷയത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ ഇടയന്മാർക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കി ലഭിച്ചത് കൊണ്ട് ഈ ഇടയന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഇടയന്മാർക്ക് ഇപ്രകാരം ഒരു വെളിപ്പാട് ലഭിച്ചതുകൊണ്ട് മറ്റെല്ലാവരേക്കാൾ അധികം ഇതിനെക്കുറിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം യാഗത്തിനായി മൃഗങ്ങളെ വേർതിരിക്കുന്ന ഇവരായതുകൊണ്ട് യേശുവിനെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി യേശു ഇനി ഒരു പരമയാഗമായി തീരാൻ പോകുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം അവർക്ക് മറ്റേവരേക്കാൾ കൂടുതൽ മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇടയന്മാർക്ക് പ്രത്യക്ഷമായത് എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇവിടെ 3-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ശീലകൾ ചുറ്റിയിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഇവർ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ ശീലകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. ഈ ശീലകൾ എന്ന് പറയുന്നത് സാധാരണ ശീലകളല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ശീലകൾ എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ആടുകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശീലകളെയാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പഠനം വ്യക്തമാക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ആടുകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവർ ഈ പൊതിയാൻ ഉപയോഗിച്ചിരുന്ന തുണി എന്ന് പറഞ്ഞാൽ ആടുകളെ ചുറ്റുന്ന തുണി എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ അതിന് കേടുപാടുകളൊന്നും വരാതെ സൂക്ഷിക്കുന്ന ഈ തുണി എന്ന് പറയുന്നത് ആലയത്തിൽ ഉപയോഗിച്ചിരുന്ന പഴയ തുണികളാണ്. ഈ പുരോഹിതന്മാരുടെ വസ്ത്രവും അതുപോലെ തന്നെ തിരശീലയും ഇങ്ങനെയുള്ള തുണികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു തുണിയാണ് അവർ കണ്ടതെന്നാണ് ആധുനിക പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് എവിടുന്ന് ഈ തുണി ലഭിച്ചു എന്ന് മറ്റൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഈ മറിയ എന്ന് പറയുന്നത് എലിസബത്തിന്റെ കസിനാണ്. എലിസബത്തിന്റെ കസിൻ ആയതുകൊണ്ട് ഈ എലിസബത്ത് ഒരു പൗരോഹിത്യ കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ആ തുണി ഇവിടെ മറിയയ്ക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഈ മറിയയും അതേപോലെ യോസഫും ഇത് അവരുടെ വഴിയാത്രയിൽ കരുതിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ കളാണ് യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റിയത്. അത് ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ പുരോഹിതന്മാർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു യാഗമൃഗത്തെ യാഗത്തിനായി വേർതിരിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ ശീലകൾ ചുറ്റി എടുക്കുന്നത് പോലെ അവർ കാണുന്നത്. അതുപോലെ തന്നെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു യാഗമൃഗമാണെന്ന് അവർക്ക് തോന്നത്തക്ക നിലയിൽ അവർക്ക് ഒരു യാഗത്തിന് വേണ്ടി ഒരു മൃഗത്തെ വേർതിരിക്കുന്നത് പോലെ തന്നെയാണ് യേശുവിനെ ഇവിടെ യാഗത്തിന് വേണ്ടി വേർതിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. ഇവിടെ 4-ാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പുൽത്തൊട്ടി ഇവിടെ ഈ പുരോഹിതന്മാർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഈ ആടുകൾ പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ശീലകൾ പൊതിഞ്ഞതിന് ശേഷം ഈ പുൽത്തൊട്ടിയിലേക്കാണ് ഇതിനെ കിടത്തുന്നത്. കാരണം ഇതിന് യാതൊരു തരത്തിലുള്ള മുറിവുകളും ഉണ്ടാകില്ല, ഇതിന് സംരക്ഷണം ഉണ്ടാകണം, അതിന് ഏറ്റവും നല്ല കെയർ ഉണ്ടാകണം. അതുകൊണ്ട് ഈ പുൽത്തൊട്ടിയിലേക്ക് കിടത്തും. അപ്പോൾ ശീലകൾ ചുറ്റി കിടത്തും. അങ്ങനെ യേശുവിനെ ഈ പുൽത്തൊട്ടിയിൽ തന്നെ ശീലകൾ ചുറ്റി പുരോഹിതന്മാർ ആലയത്തിൽ ഉപയോഗിച്ചിരുന്ന ആ തുണികൾ കൊണ്ടുള്ള ശീലകൾ കൊണ്ട് ചുറ്റി യേശുവിനെ ഈ പുൽത്തൊട്ടിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യേശു ഒരു പരമയാഗമായി തീരുന്നു എന്ന് മറ്റേക്കാൾ അധികം മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്കത് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്രകാരം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ മറ്റാരേക്കാൾ അധികം ഈ പുരോഹിതന്മാർക്ക് മനസ്സിലായി ഈ വിഷയം. അതുകൊണ്ടാണ് ഈ ദൂതന്മാർ ഇവർക്ക് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തത് എന്നതാണ്. യേശുവിൻ്റെ ജനനത്തിന് ശേഷം ഏതാണ്ട് 30 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ഇവിടെ യോഹന്നാൻ വിളിച്ചു പറയുന്നു. യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 1:29 യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. നമുക്ക് വായിക്കാം ഭാഗം. യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇവിടെ നോക്കണേ, ഈ യോഹന്നാന് വെളിപ്പെട്ട ആ സത്യം, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള ആ സത്യം
ഇടയന്മാർക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഇവിടെ യോഹന്നാന് വെളിപ്പാട് ലഭിക്കുകയാണ്, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഇടയന്മാർ ഈ സന്ദേശം അറിഞ്ഞപ്പോൾ, യേശുവിനെ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവരവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമുക്ക് കാണാം. അവർ പോകുന്ന വഴിയിൽ അനേകരോട് അവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നു. ലൂക്കോസ് 2:17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരുടെ പ്രതികരണത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വർത്തമാനമൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ഇപ്പോൾ ഇവർ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. ആ വാർത്ത മറ്റുള്ളവർ കേട്ട് ആശ്ചര്യപ്പെടത്തക്ക നിലയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇവർ നോക്കുക, യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കത്തക്ക നിലയിൽ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞത്? ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന ഒരു യാഗത്തെക്കുറിച്ചും ഒരു പരമയാഗത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ഈ പുരോഹിതന്മാരായ ശുശ്രൂഷകന്മാർക്ക്, ആട്ടിടയന്മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതവർ മറച്ചു വെക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പകൽവേളയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം ഇതാണ്: നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ശരിയായ ബോധ്യമുണ്ടോ? യേശു ജനിച്ചതിനെ കുറിച്ചുള്ള അറിവുണ്ടോ? യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അറിയാമോ? യേശു എന്തുകൊണ്ട് പരമയാഗമായി തീർന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടോ? ആ അറിവുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ഒന്ന്, ഇടയന്മാർക്ക് യേശുവിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് യേശുവിനെ കാണുമ്പോൾ, യേശുവിനെ കുറിച്ചുള്ള ദർശനത്തിലൂടെ യേശു ആരാണ്, എന്തിനാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തെ നാം തിരിച്ചറിയുമ്പോൾ ആ സത്യത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം കേട്ട സത്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഇടയന്മാർക്ക് യേശുവിനെ കുറിച്ചുള്ള വലിയ വെളിപ്പാട് ലഭിച്ചു എന്നുള്ളതാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശുക്രിസ്തു ആണെന്നുള്ള ആ വലിയ ദർശനം അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ഇവിടെ കേവലം ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതല്ല, അവരൊരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് ഗൗരവപരമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്ക് യേശുവിനെക്കുറിച്ച് മനസ്സിലായപ്പോൾ അത് കൂടുതൽ അവർക്ക് അതിനെക്കുറിച്ച് ഗ്രഹിച്ച് മറ്റുള്ളവരോട് പറയാനിടയായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ യേശുവിനെ ചുറ്റിയ ആ തിരശീലകൾ കാണിക്കുന്നതും, അതേപോലെ തന്നെ യേശുവിനെ കിടത്തിയ പുൽത്തൊട്ടി കാണിക്കുന്നതും, യേശു മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. നമുക്കും യേശുവിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.